ഹലോ മൈ ഡിയർ ക്ലാസ് 8 ഫാമിലി മക്കളെ, നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള നമ്മുടെ NMMSലെ കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് സാർ വന്നിട്ടുള്ളത്. നമ്മുടെ അവസാനത്തെ ചാപ്റ്ററൊക്കെ ആയിട്ടുള്ള ഫ്യൂഡലിസം എന്ന് പറഞ്ഞ ഒരു ചാപ്റ്റർ ഉണ്ട്. ഈ ചാപ്റ്ററിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു 3 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞു തരാൻ പോവാണ്. അപ്പോൾ എല്ലാവരും റെഡി ആണെങ്കിൽ ഇപ്പം തന്നെ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഇതുപോലുള്ള വീഡിയോസ് വേണമെങ്കിൽ കമൻറ്റ് ബോക്സിൽ യെസ് സാറിന് കമൻറ്റ് ചെയ്തോളൂ. നമുക്കിനി വീഡിയോ കണ്ടിന്യൂ ചെയ്യാം. ഇനി മുന്നേ നമ്മൾ ബാച്ചിലേക്ക് ജോയിൻ ചെയ്ത് പഠിക്കാൻ താല്പര്യമുള്ളവർക്ക് താഴെ ഒരു നമ്പർ പോകുന്നുണ്ടോ 75909002 22 എൻ്റെ മക്കൾക്ക് വിളിക്കാവുന്നതാണ്. അടിപൊളിയായിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പഠിച്ച് സെറ്റായിരിക്കാം. ക്രാഷ് ബാച്ചും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ജോയിൻ ചെയ്താൽ ആനുവൽ എക്സാമിന് കൂടെയുള്ള ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കും എന്നുള്ള കാര്യം നിങ്ങൾ ഓർത്ത് വെച്ചോളൂ. അങ്ങനെയാണെങ്കിൽ നമുക്ക് നോക്കാം ആദ്യത്തെ ഒരു ക്വസ്റ്റ്യൻ മക്കളെ. നമ്മുടെ ഫ്യൂഡലിസത്തിലെ ആ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, ഹു വാസ് അറ്റ് ദ ടോപ്പ് ഓഫ് ദ ഫ്യൂഡൽ ഹൈറാർക്കി എന്ന് പറഞ്ഞു നോക്കേണ്ട. അതായത് ഈ പറഞ്ഞ ഫ്യൂഡലിസം എന്ന് പറഞ്ഞൊരു സിസ്റ്റം ഉണ്ട്. ആ സിസ്റ്റത്തിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കുറേ ക്ലാസിഫിക്കേഷൻ കാര്യങ്ങളൊക്കെ ഉണ്ട്. യൂറോപ്പിലാണ് ഇത് സംഭവിക്കുന്നത്. അപ്പോൾ അതിന് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആരാണെന്നാണ് ചോദ്യം. നൈറ്റുകൾ, പ്രഭുക്കന്മാർ, രാജാവ്, കർഷകർ അഥവാ ഫ്യൂഡൽ അധികാര ശ്രേണിയിൽ മുകളിൽ ഉണ്ടായത് ഒന്നെങ്കിൽ നൈറ്റ്സ് അല്ലെങ്കിൽ ഡ്യൂക്സ്, കിങ്, പെസൻസ് എന്ന് പറഞ്ഞു നോക്കുന്നുണ്ട്. ഒബ്വിയസ്ലി നിങ്ങളുടെ മനസ്സിലേക്ക് അത് ഓടി വരണം. ആരായിരിക്കും? രാജാക്കന്മാരായിരിക്കും ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ആളുകൾ എന്ന് പറയുന്നത്. അപ്പോൾ കിങ് ഈസ് ദി റൈറ്റ് ആൻസർ എന്ന് നിങ്ങൾ എന്ത് ചെയ്യുക, വെച്ചോളൂ. രാജാവാണ് ശരിയായ ഉത്തരം. ഓക്കെ, അപ്പൊ ഇതിന്റെ ആൻസർ വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടി. അപ്പൊ ഇനി നെക്സ്റ്റ് ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യനിലേക്ക് നമുക്ക് പോവാം. NMS എക്സാം ഒക്കെ ആവാനായി. അപ്പൊ എല്ലാവരും എന്ത് ചെയ്യാൻ മക്കളെ, നന്നായിട്ട് പഠിച്ചോളൂ. ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസ് ആയിട്ട് ഞങ്ങൾ ഇനിയും വരുന്നതായിരിക്കും. അപ്പൊ ഇതാണ് ദ മിലിറ്ററി ഹീറോസ് ഹു പ്രൊട്ടക്റ്റഡ് ദ ഫ്യൂഡൽ ലോർഡ്സ് വെയർ നോൺ ആസ്. അതായത് ഫ്യൂഡൽ പ്രഭുക്കളെ സംരക്ഷിക്കുന്നതിൽ സൈനിക വീരന്മാർ എന്ത് പേരിലാണ് അറിയപ്പെടുന്നത് എന്നുള്ളതാണ് ചോദ്യം. നിങ്ങളുടെ മനസ്സിലേക്ക് വരണം, ഈ പ്രഭുക്കന്മാരെ സംരക്ഷിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് സൈനികപരമായിട്ട് വലിയൊരു ശക്തി ആവശ്യമാണ്. അപ്പോൾ ഇവരെ നമ്മളിപ്പോൾ പടയാളികൾ അല്ലെങ്കിൽ സൈനിക തലവൻ എന്നൊക്കെ നമ്മൾ വിളിക്കുന്ന പോലെ യൂറോപ്പിൽ ഫ്യൂഡൽ കാലഘട്ടത്തിൽ സെർഫുകൾ, കൗണ്ടുകൾ, നൈറ്റുകൾ, ഏളുകൾ എന്ന് പറഞ്ഞിട്ടുള്ള പേരുകളാണ് അറിയപ്പെടുന്നത്. ഇതിൽ ഏതാണ് ശരിയായ ഉത്തരം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങളുടെ മനസ്സിലേക്ക് ഓടി വരണം, ദാറ്റ് ഈസ് ഓൾവേസ് നൈറ്റ്സ് എന്ന് ആലോചിക്കുക. നൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പടയാളി അല്ലെങ്കിൽ സൈനികർ എന്നാണ് അർത്ഥം. ഓക്കെ, ആ ഒരു കാര്യം നിങ്ങളുടെ മനസ്സിലുണ്ടെങ്കിൽ നെക്സ്റ്റ് ഇമ്പോർട്ടൻ്റ് ആയിട്ട് നോക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ഇതാണ്. ഓക്കെ, എന്താണ് ഉദ്ദേശിക്കുന്നത്? ഫ്യൂഡൽ സമ്പ്രദായത്തിന് അടിസ്ഥാനപരമായിട്ടുള്ള ഘടകം ഏതാണ്? ഇപ്പോൾ ഫ്യൂഡലിസത്തിന് ആവശ്യമായിട്ടുള്ള ഒരു സാധനം ഉണ്ട്. നമുക്കറിയാം, ഭൂമി അല്ലെങ്കിൽ ഈ പറഞ്ഞിട്ടുള്ള ലാൻഡ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ള ഒരു കാര്യമാണ്. അപ്പോൾ ഇതിൽ ഈ പറഞ്ഞ നഗരം, മാനർ, ഫാക്ടറി, പള്ളി എന്ന് പറയുമ്പോൾ ഇതിൽ ഓപ്ഷൻ എന്ന് പറയുന്നത് മാനറാണ്. ഈ മാനർ എന്ന് പറയുന്ന സാധനത്തിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വലിയൊരു കൃഷിയിടം അല്ലെങ്കിൽ ലാൻഡ് ഏരിയ എന്നാണ് അർത്ഥമാക്കുന്നത്. അപ്പോൾ അതിന് ആൻസർ ഇതാണ്. ഇനി അവസാനത്തെ ഒരു ക്വസ്റ്റ്യൻ നിങ്ങൾ വേണം കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്താണ് ചോദിച്ചു കഴിഞ്ഞാൽ ദ ടേം ഫ്യൂഡലിസം ഈസ് ഡിറൈവ്ഡ് ഫ്രം ദ ജർമ്മൻ വേർഡ് ഫ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണെന്ന് അർത്ഥം. ഓക്കെ, ഈ പറഞ്ഞ ഫ്യൂഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ജർമ്മൻ വേർഡ് ആണ്. ഇതിന്റെ അർത്ഥം എന്താണ്? കിങ് ആണോ, എ പീസ് ഓഫ് ലാൻഡ് ആണോ, വാർ ആണോ, സ്ലേവ് ആണോ, എന്താണെന്നുള്ളതും കൂടെ നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ഫ്യൂഡലിസം എന്ന പദം ഫ്യൂഡ് എന്ന ജർമ്മൻ വാക്കിൽ നിന്നാണ് ഉണ്ടായത്. ഇതിന്റെ അർത്ഥം എന്താണ്? രാജാവ്, ഒരു തുണ്ട് ഭൂമി, യുദ്ധം, അടിമ. ഓക്കെ, എല്ലാവരും ഇപ്പൊ തന്നെ ഒന്ന് കമന്റ് ബോക്സിൽ ഇതിന്റെ ആൻസറിനൂടെ കമന്റ് ചെയ്യുക. നമുക്ക് ഇനിയും കാണാം. ഇന്ന് കൃത്യം 7 മണിക്ക് നമ്മുടെ ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും എന്ത് ചെയ്യുക, 7 മണിക്ക് ഇപ്പോൾ നമുക്ക് ലൈവ് ഉണ്ടാവുന്നതായിരിക്കും. ഇന്നത്തെ ലൈവിൽ എല്ലാവരും ഒന്ന് അടിപൊളിയായിട്ട് പങ്കെടുക്കുക, സെറ്റായിരിക്കുക. നിങ്ങൾക്ക് മാക്സിമം നമ്പർ ഓഫ് ക്വസ്റ്റ്യൻസ് ഇന്നത്തെ ലൈവിൽ നിന്ന് കിട്ടുന്നതായിരിക്കും. ഇപ്പം ഞാനും അദ്രിസാറും കൂടെ ആയിരിക്കും സോഷ്യലിൽ നിങ്ങൾക്ക് ആ ലൈവിൽ വരുന്നുണ്ടാവുക. മാക്സിമം എല്ലാവരും എന്ത് ചെയ്യുക, ജോയിൻ ചെയ്യുക, പവറാക്കുക, സെറ്റാക്കുക.